ഹലോ ഹായ് ഈ കുലകുലയായി കാഴ്ച എന്താണെന്ന് അറിയാം. ഇതാണ് തായ്ലൻഡ് ചാമ്പ അല്ലെങ്കിൽ ഉമ്മർ ചാമ്പ എന്ന് പറയുന്ന ഒരു ഇനം ചാമ്പയാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുലകുത്തി കായ്ക്കും. അത് കണക്ക് തന്നെ ഇതൊരു സീഡ്ലെസ് ആണ്. ഇതിനകത്ത് കുരു കാണത്തില്ല. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണിത്. നമ്മുടെ കാലാവസ്ഥ നല്ല കണക്കത് പിടിക്കും. ഇതിൻ്റെ ലെയർ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2-ാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടിത്തുടങ്ങും. നല്ല രീതിയിലാണ് കുലകുത്തി കായ്ക്കുന്നത്. ഒരു കുലയൊക്കെ നല്ല വെയിറ്റ് വരും. ഇപ്പോൾ നിങ്ങൾ കാണാം, നിറച്ച് കായാണ്. ഇത് ആദ്യം പിടിക്കുന്ന ടൈമിലൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞൊക്കെ പോകും. എന്നിരുന്നാലും നമുക്ക് ഇഷ്ടം പോലെ ഇത് കണക്ക് പഴുത്ത് കിട്ടും. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല റെഡിലോട്ടാകുമ്പോൾ ഇച്ചിരി നല്ല മധുരം വരും. ഞാൻ നിങ്ങളിത് കട്ട് ചെയ്തൊക്കെ കാണിക്കാം. നല്ല രീതിയിലാണിത് പിടിക്കുന്നത്. അത്യാവശ്യം നല്ല ജലസേചനമൊക്കെ കൊടുക്കണം. നേരത്തെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്തോണം ഇതിൻ്റെ തൈകൾ വയ്ക്കാം. ഇതിൻ്റെ ലെയർ തൈകൾ നമുക്ക് വലിയ ചട്ടിയിലൊക്കെ വേണമെങ്കിലും വയ്ക്കാം. 2-ാം കൊല്ലം മുതൽ തന്നെ ലെയർ തൈകളൊക്കെ കായ്ച്ചു തുടങ്ങും. ഇഷ്ടം പോലെ ആണ് ഇത് കായ്ക്കുന്നത്. ആദ്യത്തെ വർഷം കുറച്ചേ കായ്ക്കത്തുള്ളൂ. പിന്നീട് മരം മൂക്കുന്നതനുസരിച്ച് കുലകുത്തിയാണിത് കായ്ക്കുന്നത്. ഞങ്ങളിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ. പഴുക്കുമ്പോൾ നല്ല റെഡിലോട്ട് വരും. ഇതിൻ്റെ അകത്ത് ഒരു കുരുവിൻ്റെ ഒരു അംശം പോലും കാണാതെ നമുക്ക് ഫുള്ള് കഴിക്കാൻ പറ്റും. പക്ഷേങ്കിൽ അല്പം മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നല്ല പുഴുശല്യമൊക്കെ കാണാറുണ്ട്. അപ്പോൾ സെറ്റായി വരുമ്പോൾ തന്നെ ആദ്യമേ ഒരു നെറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായൊക്കെ നല്ല കണക്ക് കിട്ടും. ഇതിപ്പോൾ അത് പിടിച്ചിരുന്ന സമയത്തുള്ള വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല പച്ച കളറായിരിക്കും. പിന്നീട് ഇത് പഴുക്കുമ്പോഴാണ് റെഡിലോട്ട് ഇങ്ങനെ കയറി വരുന്നത്. ഇതിന് മുമ്പേ നമ്മൾ പൂവൊക്കെ പൊഴിഞ്ഞു പോയി ചെറിയൊരു ചാമ്പയ്ക്ക വരുന്ന പരുവത്തിൽ ഇതിനൊക്കെ നെറ്റിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് തീർച്ചയായും ഇത് പുഴു കയറും. പുഴുവും അതേകണക്ക് തന്നെ കിളികളൊക്കെ ഇത് കൊത്തി നശിപ്പിക്കും. പുഴുവാണ് ഏറ്റവും മെയിൻ വില്ല. നല്ല മധുരം ഉണ്ടായതുകൊണ്ട് പുഴു ഇത് കയറും. നല്ല കണക്ക് പഴുത്ത് നമ്മളിത് മുറിക്കുമ്പോൾ മാത്രമേ അത് ഈ പുഴുള്ള കാര്യം നമ്മൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇതിനൊക്കെ ചെറിയ കായായിട്ടിരിക്കുമ്പോഴേ നെറ്റിട്ട് നമ്മളെല്ലാം സംരക്ഷിച്ച് വെക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കീടനാശിനിയൊന്നും അടിക്കാത്ത നല്ല സൂപ്പർ ഇതിനകത്ത് ചാമ്പയ്ക്ക് കിട്ടും. ഒരു കുരു പോലും ഇല്ല. നമുക്ക് നല്ല കണക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഈ നെറ്റ് മേടിച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് നെറ്റിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു കായ്ച്ചൊന്നും കുത്താതെ പുഴുശല്യമൊന്നും ഇല്ലാതെ നല്ല ചാമ്പയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. കുലകുത്തി കായ്ക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കുലകുത്തി കായ്ക്കും. പക്ഷേ ഇത് എല്ലാം തന്നെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. ഒരുപാടൊക്കെ പൊഴിഞ്ഞു പോകും. ആ പൊഴിഞ്ഞു പോകുന്ന വെച്ച് നമുക്ക് അച്ചാറെടുക്കണം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.